have to understand that iniquity goes from blood parents, not adopted parents. അകൃത്യം ദത്തെടുക്കപ്പെട്ട വംശത്തിലെ പാരമ്പര്യത്തിലേക്കല്ല പോകുന്നത്, രക്തത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നും ജനിക്കുന്ന തലമുറയിലേക്കാണ് അകൃത്യം എപ്പോഴും കടന്നു പോകുന്നത്. To gather information about what is going about the family. ഞാൻ തന്നോട് പറഞ്ഞു, ഈ നിന്റെ ഭാര്യയുടെ കുടുംബത്തെക്കുറിച്ചുള്ളതായ കുറച്ച് വിവരങ്ങൾ നീ ശേഖരിക്കണം. Find out how many siblings does her dad have, how many siblings does her mother have. തൻ്റെ അവനോട്, ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്റെ ഭാര്യയുടെ അപ്പന് എത്ര സഹോദരങ്ങളുണ്ട്, അമ്മയ്ക്ക് എത്ര സഹോദരങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കണം. Can you also find out what kind of relationship is there between the siblings and their spouses? അപ്പോൾ തന്നെ നീ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിന്റെ ഭാര്യയുടെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളും അവരുടെ ആ സഹോദരങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധവും എപ്രകാരമാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. So this young man came back with some information. ഈ ചെറുപ്പക്കാരൻ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ച് വിവരങ്ങളുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. He said, what I have noticed is that all the marriages are very cold. ഈ ചെറുപ്പക്കാരൻ്റെ മറുപടി ഇതായിരുന്നു, അവരുടെ കുടുംബത്തിൽ ഉള്ള എല്ലാ വിവാഹ ബന്ധങ്ങളും എല്ലാം ഒരുതരം തണുത്ത അനുഭവത്തിലായിരുന്നു. They were very cold. And actually in the current generation, that is this young man's generation, the cousins had actually divorced. A few of them had already divorced. എന്നാൽ ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ആ കാലത്തുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോഴത്തെ തൻ്റെ ആ കസിൻസിൻ്റെ ബന്ധങ്ങൾ പലതും വിവാഹമോചനത്തിൽ കലാശിച്ചു. So we could see that there was something generationally in the marriages sitting upon the family line. ഈ കുടുംബത്തിൽ തന്നെ അവരുടെ കുടുംബ ബന്ധത്തിലും ആ കുടുംബത്തിലുമെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്നതായ ഒരു തരം അനുഭവമാണ് ഇതെന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. So it is in other words, it was like a curse sitting on them of cold marriages. ഒരു ശാപം ഇവരുടെ മേൽ ഇരിക്കുന്നുണ്ടോ എന്നുള്ള തരത്തിലാണ് അതിനെക്കുറിച്ച് താൻ പറഞ്ഞത്. Okay. Now soon he comes back. In a few days later he came back. He was very excited. എന്നാൽ ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് വളരെ ആവേശത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വന്നു. He said, I and my wife, we were talking, we were in good mood, and as we were talking, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ വളരെ ആവേശത്തിലായിരുന്നു. And my wife started sharing of what happened with her grandfather. അപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നോട് അവളുടെ വല്യപ്പന് സംഭവിച്ചതായ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. So great grandfather was a teacher. ഈ പെൺകുട്ടിയുടെ ഇവന്റെ ഭാര്യയുടെ ഗ്രാൻഡ് ഫാദറും അതിൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വല്യപ്പൻ ഒരു അധ്യാപകനായിരുന്നു. So this, when he was a teacher, he had a good friend who was also a teacher. അപ്പോൾ ഈ വല്യപ്പന് താനൊരു ടീച്ചർ ആയിരുന്നല്ലോ, തനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഒരു അധ്യാപികയായിരുന്നു. No, he was a teacher. Both of them are teachers. അവർ രണ്ടുപേരും അധ്യാപകരായിരുന്നു. So this is going back about 100 years now. ഒരു 100 വർഷം മുമ്പുള്ള കാര്യമായി പറയുന്നത്. Okay. And so they are going to school. They are going as teachers. They go in two different schools, but every day they will come back to one chayakada, have paripoda and kapi before going home. എന്നാൽ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഈ വല്യപ്പൻ തനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, രണ്ടുപേരും അധ്യാപകരാണ്, രണ്ടുപേരും രണ്ട് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ ഈ രണ്ട് അധ്യാപകരും ഒരു സ്ഥലത്ത് വന്ന് ഒരു ചായക്കടയിൽ വന്ന് പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ച് മാത്രമേ അവർ പിരിയത്തുള്ളൂ. In the same way, every morning they'll meet together there, have a katan kapi before they go to work. ഇതുപോലെ തന്നെ രാവിലെയും ഇവർ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേ ചായക്കടയിൽ വന്ന് ഇതേ സ്ഥലത്ത് വന്ന് അവർ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷമേ അവർ സ്കൂളിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. Both had only one son. രണ്ടുപേർക്കും ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നു. Sorry, not son. രണ്ടുപേർക്കും ഓരോ മക്കൾ മാത്രമേ, കുഞ്ഞുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. One had a boy and the other had a girl.
അതിൽ ഒരാൾക്ക് ഒരു ആൺകുട്ടിയും മറ്റൊരാൾക്ക് ഒരു പെൺകുട്ടിയുമാണ്. So they said, now we are so close friends for many years, from school onwards we are friends. Why don't we turn this into a relationship? അപ്പോൾ ഈ രണ്ട് അധ്യാപകരായ ഈ വലിയ വല്യപ്പന്മാര് ഇങ്ങനെ ഒരു കാര്യം പങ്കുവെച്ചു. നമ്മൾ ചെറുപ്പം മുതലേ കൂട്ടുകാരാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പരസ്പരം അറിയാവുന്നത് കൊണ്ട് മകനും മകളും ഓരോന്നുണ്ട്, എന്തുകൊണ്ട് നമുക്ക് ഇതൊരു ബന്ധമാക്കിക്കൂടാ. So this boy is this girl's grandfather. ഈ ഒറ്റ മകൻ ഈ പെൺകുട്ടിയുടെ വല്യപ്പനാണ്. Villippan, that's right. So that marriage was organized. Fathers both decided, went and told the boy that I have fixed your marriage and you will get married. അങ്ങനെ ഈ അധ്യാപകർ രണ്ടുപേരും കൂടെ പരസ്പരം ആലോചിച്ചു, ഉടൻ തന്നെ വിവാഹം നടക്കുകയും ചെയ്തു. All of us being Indians here, I don't have to explain that system. ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ഇന്ത്യക്കാരായതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. In the country that I am, or where in other foreign countries, I have to explain how arranged marriage works. എന്നാൽ ഞാൻ ജീവിക്കുന്ന രാജ്യത്തും അല്ലെങ്കിൽ അതുപോലെയുള്ള പല വിദേശ രാജ്യങ്ങളിലും ഒരു ഇതുപോലെ ആലോചിച്ച് വിവാഹം നടത്തുന്ന ആലോചനാ വിവാഹത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. So now the engagement happened. Only the fathers went and did the engagement, and then they met at the church. ആദ്യം അപ്പന്മാര് മാത്രം പോയി കണ്ടു, അതിനുശേഷം സഭയിൽ എൻഗേജ്മെന്റ് നടന്നു, അതിനുശേഷം സഭയിൽ വിവാഹം. So the boy or the grandfather saw his wife to be for the first time at the church. ഈ ആൺകുട്ടി എന്ന് പറയുന്നത് വല്യപ്പനാണ്, ഈ പെൺകുട്ടിയുടെ ഇവന്റെ ഭാര്യയുടെ വല്യപ്പനാണ്. അപ്പം ഇവര് ആകെ ഒരു തവണ മാത്രമേ ഇവര് തമ്മിൽ പരസ്പരം കണ്ടിട്ടുള്ളൂ. That is at church. അത് സഭാ ഹാളിൽ വെച്ചുമാണ്. That is before signing that I take you as my wife. ഞാൻ നിന്നെ എൻ്റെ ഭാര്യ, ഉടമ്പടിയുടെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പിടാൻ ചെല്ലുമല്ലോ, അന്നേരമാണ് ഈ ആൺകുട്ടി ഈ പെൺകുട്ടിയെ കാണുന്നത്. Now in Malayali language he was very handsome. ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ ബഹുസുന്ദരനായിരുന്നു ഈ ചെറുപ്പക്കാരൻ. So what does that mean when we say Bahusundaran? നമ്മൾ ഈ ബഹുസുന്ദരനാണെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ അർത്ഥം എന്താ? His skin was a little fairer than other people. എന്ന് പറഞ്ഞാൽ ഇവന്റെ തൊലി മറ്റുള്ളവരുടെ തൊലിയേക്കാൾ ഇച്ചിരുടെ വെളുപ്പ് കൂടിയതായിരുന്നു. And in his opinion the girl was not up to his standard because she was a bit dark. ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടി ഇവന്റെ അത്രയും വരത്തില്ല, കാരണം പെങ്കൊച്ചിന്റെ കളറ് ഇച്ചിരി കൂടെ ഇവന്റെ നിറത്തെക്കാളും കുറവായിരുന്നു. When they came home, ഇവര് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ, in the church hall he did not say anything because he wanted to honor his father. സഭാ ഹാളിൽ വെച്ച് കല്യാണ വേദിയിൽ വെച്ചിരിക്കുമ്പോൾ അപ്പനെ ബഹുമാനിക്കണമല്ലോ എന്നോർത്ത് പെങ്കൊച്ചിനോട് ഒന്നും പറഞ്ഞില്ല. But when they came home, he showed her a room and said, that is the room for you, this is my room, you will never come into my room. വീട്ടിൽ വന്ന പാടെ, കെട്ടിക്കേറി വീട്ടിൽ വന്ന പാടെ, ഈ ചെറുക്കൻ ഇച്ചിരി സുന്ദരനാണല്ലോ, പെങ്കൊച്ചിനോട് പറഞ്ഞു, ദേ അതാ നിന്റെ മുറി, അങ്ങോട്ട് പോക്കണം, മേലാൽ ഇങ്ങോട്ട് കണ്ടുപോയേക്കരുത്. For many months and years this lady tried to be his wife. അനേക മാസങ്ങള്, അനേക പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യയായി ഇരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം ഈ പെൺകുട്ടി ചെയ്തു. But he would not entertain her in any way. എന്നാൽ ഒരു നിലയിലും അവളെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവണതയും ഇങ്ങേരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. Finally she lost all hope, and one day nobody knows where she went, she packed and left. എന്നാൽ എല്ലാ പരിശ്രമങ്ങളും അസ്ഥാനത്തായെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആരോടും പറയാതെ ഈ പെൺകുട്ടി എല്ലാം കെട്ടിപ്പെറുക്കിയെടുത്ത് അവള് എങ്ങോട്ടോ പോയി, ആർക്കും അറിയത്തില്ല. We have to understand that marriage is a covenant. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്, ഒരു വലിയ ബന്ധമാണ്. For in Hebrew language there is synonyms and antonyms. So same meaning and opposite meaning. എബ്രായ ഭാഷയിലാണെങ്കിൽ എല്ലാത്തിനും ഓരോന്നും പൊരുത്തവും അതിൻ്റെ അർത്ഥങ്ങളും അർത്ഥമില്ലായ്മയുമുണ്ട്.
So happy, unhappy. നമുക്കറിയാം സന്തുഷ്ടി അസന്തുഷ്ടി, Rich, poor. സമ്പന്നൻ ദരിദ്രൻ. But for the word covenant, there is no opposite word in Hebrew language. എന്നാൽ ഈ കവനന്റ് ഉടമ്പടി എന്ന വാക്കിന് ഒരു വിപരീത പദം എബ്രായ ഭാഷയിലില്ല. Are you understanding? So they become one flesh. How can you separate one flesh? ഉടമ്പടിയിൽ കീഴിൽ രണ്ട് ദേഹമായിരുന്ന ഇവർ ഒരു ദേഹമായി തീരുകയാണ്. ഒരു ദേഹമായി തീരുന്നതിനെ എങ്ങനെ മറ്റൊരാൾക്ക് അതിനെ വേർപെടുത്താനായിട്ട് സാധിക്കും? When a rabbi is organizing the wedding for a couple, they will ask both the groups to bring salt. യഹൂദ റബി വിവാഹം നടത്തി കൊടുക്കുന്ന സമയത്ത് വരന്റെയും വധുവിന്റെയും ഭാഗത്ത് നിന്ന് ബന്ധുക്കളോട് ഒരു നുള്ളു ഉപ്പ് രണ്ടു കൂട്ടരും കൊണ്ടുവരാനായിട്ട് പറയും. Then he will take a bottle and get the salt from both the groups and put it into that bottle. എന്നിട്ട് ഒരു ചെറിയ ഒരു പാത്രം എടുത്തിട്ട് രണ്ടു കൂട്ടരും കൊണ്ടുവന്നതായ ഈ ഉപ്പുപൊടി ഈ ഉപ്പ് അതിനകത്തിടും. എന്നിട്ട് ആ പാത്രത്തിന്റെ മുകളിൽ ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് ഈ ഉപ്പിങ്ങനെ കുലുക്കും. And he will put it there and say, if you can separate the salt, then I give you permission to separate the marriage. എന്നിട്ട് ഈ റബി പറയുന്നൊരു വാചകമുണ്ട്, ഞാനിപ്പോൾ ഈ ഉപ്പ് പാത്രത്തിലിട്ട് കുലുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. വരന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ഉപ്പ് നിങ്ങൾക്ക് വേർപെടുത്താൻ പറ്റുമോ? വധുവിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവന്ന ഉപ്പ് നിങ്ങൾക്ക് വേർപെടുത്താൻ പറ്റുമോ? അങ്ങനെ വേർപെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് പരസ്പരം പിരിഞ്ഞിരിക്കാം. Otherwise you cannot. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരിക്കലും ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് വിവാഹ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും വേർപിരിയാനാവുന്നതല്ല. A few months, few years later, the grandfather got married again. എന്നാൽ പിന്നെ ഈ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞത് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ പോയല്ലോ, ഈ വല്യപ്പൻ വീണ്ടും വിവാഹിതനായി. He had 4 boys and 3 girls. അങ്ങനെ ആ ബന്ധത്തിൽ രണ്ടാമത്തെ വിവാഹത്തിൽ 4 ആൺമക്കളും 3 പെൺകുട്ടികളും ഉണ്ടായി. All of them, these were the father and the siblings. All of them had cold marriages. അവിടെ ഈ വിവാഹ ബന്ധം തകർന്നു പോയ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രണ്ടാമത്തെ വിവാഹത്തിൽ ഉണ്ടായ 4, 3, 7 മക്കളുടെ വിവാഹ ബന്ധവും തകർന്ന കുടുംബ ജീവിതങ്ങളായി തീർന്നു. Without understanding, the grandfather had opened the door for a spirit and a curse to come into the family line. തിരിച്ചറിയുവാൻ കഴിയാത്ത നിലയിൽ ശാപം ഈ കുടുംബത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഒരു വാതിൽ ഈ വല്യപ്പൻ, ഇവന്റെ ഭാര്യയുടെ വല്യപ്പൻ എന്ന അധ്യാപകൻ തുറന്നു വെച്ചതുകൊണ്ട് ആ ശാപം ആ കുടുംബത്തിലേക്ക് പ്രവേശിച്ചു. So, and then I led the couple to pray through. They are very happy. They have had children. No longer do they feel, we broke that curse. No longer does he feel the barrier between them. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ശേഷമായിട്ട് ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ കുടുംബം വളരെ ഐശ്വര്യമായിട്ടുള്ള സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിക്കുമാറ് ദൈവം അവരുടെ ഇടയിൽ ഒരു തടസ്സങ്ങളും ഇല്ലാത്ത രീതിയിൽ ദൈവം ആ ശാപത്തെ മുറിച്ചു മാറ്റി അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. We have to understand മക്കളും ഉണ്ടായി. We have to understand the iniquity goes from blood parents, not adopted parents. അകൃത്യം ദത്തെടുക്കപ്പെട്ട വംശത്തിലെ പാരമ്പര്യത്തിലേക്കല്ല പോകുന്നത്, രക്തത്തിന്റെ പാരമ്പര്യത്തിൽ നിന്നും ജനിക്കുന്ന തലമുറയിലേക്കാണ് അകൃത്യം എപ്പോഴും കടന്നു പോകുന്നത്. Even if you don't grow up with that family, you still will reflect those characters and habits. ആ കുടുംബത്തോടൊപ്പം അല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പോലും, നിങ്ങൾ മറ്റെവിടാണെങ്കിൽ പോലും ഇതിന്റെ ചില പ്രതിഫലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. I worked for a long time for a man of God. ഞാൻ വർഷങ്ങൾ ഒരു ദൈവപുരുഷന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. Before he came to know the Lord, he and his wife, they were in a relationship before they came to know the Lord, and before marriage they conceived and had a baby. ആ വ്യക്തി, ആ ദൈവദാസൻ, അദ്ദേഹം വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, വർഷങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇവർ രണ്ടും പരസ്പരം അറിയാവുന്ന സുഹൃത്തുക്കളായി തീർന്നു. ഈ സ്ത്രീയും പുരുഷനും
പക്ഷേ അങ്ങനെ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ സ്ത്രീ ഗർഭവതിയായി. And they did not want to abort the child. അവർ വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും ആ കുട്ടിയെ ഗർഭചിത്രത്തിൽ കൂടെ നശിപ്പിച്ചു കളയുവാൻ അവർ ഒരിക്കലും തീരുമാനിച്ചില്ല. But because it would bring shame on the family, they both left that region, went to another region, gave birth to the baby, gave the baby away for adoption and came back. അങ്ങനെ ഈ കുടുംബത്തിന് നാണക്കേട് വരണ്ടല്ലോ എന്നോർത്ത് ഇവർ രണ്ടു കൂട്ടരും കൂടെ ഈ പെൺകുട്ടിയുടെ ഗർഭാവസ്ഥ പൂർത്തീകരിക്കുന്നത് വരെ മറ്റൊരു സ്ഥലത്ത് പോയി അവിടെ പ്രസവിച്ചതിന് ശേഷം ഈ കുട്ടിയെ ഏതോ ഒരു അനാഥശാലയ്ക്ക് കൊടുത്തതിന് ശേഷം, ദത്തെടുക്കാൻ കൊടുത്തതിന് ശേഷം അവർ തിരിച്ചു വന്നു. And when you sign papers for adoption, you sign also that I will never again come looking for that child. It is released. നമ്മൾ ഒരു കുട്ടിയെ അനാഥശാലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ വളർത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഒരു പേപ്പർ സൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി മേലാൽ ഈ കുട്ടിയുമായിട്ടുള്ള ഒരു തരത്തിലുള്ള ബാധ്യതകളും ഞങ്ങൾക്കില്ല എന്ന് കാണിച്ച് അവർ രണ്ടുപേരും ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ. Not only obligation, but we will not come claiming the child. ഈ കുട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ ഇനി ഒരിക്കലും അവകാശവാദം ഉന്നയിക്കുകയില്ല എന്ന് കാണിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവർ പോകേണ്ടത്. So they did that. അങ്ങനെ ഇവർ ചെയ്തു. Then they got saved. പിന്നീടാണ് ഇവർ രക്ഷിക്കപ്പെടുന്നത്. They got filled with the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു. Holy Spirit convicted them for what they had done, both the sin and what they did by adopting out the child. അവർ ചെയ്തതായ പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ബോധ്യമാക്കി കൊടുത്തു. അപ്പോൾ തന്നെ ഈ കുട്ടിയെ കൊണ്ടുവന്ന് മറ്റൊരിടത്ത് ദത്തെടുക്കുവാൻ തക്ക രീതിയിൽ അവർ ആ കുഞ്ഞിനെ കൊടുത്തതിൻ്റെ ആ പാപത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് അവരെ വെളിപ്പെടുത്തിയപ്പോൾ they have 5 children of their own. അവർക്ക് സ്വന്തം മറ്റ് 5 മക്കൾ കൂടെ ഉണ്ട്. So every day, every year, at Christmas time, Easter time, birthday time, there is an extra chair always sitting on the dining table. ഓരോ ബർത്ത്ഡേയുടെ സമയത്തും ഓരോ ക്രിസ്മസിൻ്റെ സമയത്തും ഈ മാതാപിതാക്കന്മാർ ചെയ്യുന്ന എന്താണെന്നറിയാമോ? ഒരു എക്സ്ട്രാ ചെയർ, അധികം ഈ 5 മക്കളെ കൂടാതെ മറ്റൊരു ചെയറും കൂടെ അവർ അവിടെ വെക്കും. This is the story of my own senior pastor. എൻ്റെ സ്വന്തം സീനിയർ പാസ്റ്ററുടെ ജീവിത കഥയാണത്. So they, for many years, they cried like that. ഒരുപാട് വർഷങ്ങൾ ആ പോയ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് അവർ വിലപിച്ചു. So finally they gathered courage and wrote a letter to the government saying that if, it was almost 20 plus years, they said, if it is okay with the family, we would like to meet her again. ഏകദേശം 20 വയസ്സ് അപ്പോൾ ആ കുട്ടിക്ക് പ്രായം ആയി കാണും. ഇവർക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അവർ ഗവൺമെന്റിനൊരു പെറ്റീഷൻ കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ആ കുട്ടിയെ ഒന്ന് സന്ദർശിക്കാനുള്ള അനുമതി തരണം. Meanwhile, God visited that girl also. അതിനിടയ്ക്ക് ദൈവം ആ കുട്ടിയെ, ആ കുഞ്ഞിനെയും കൂടെ സന്ദർശിച്ചു. And the girl also wrote a letter to the government same time saying, I would like to meet my birth parents. ആ കുട്ടിയും രക്ഷിക്കപ്പെട്ടപ്പോൾ അവളും ഗവൺമെന്റിനൊരു പരാതി കൊടുത്തു, ഒരു അപേക്ഷ കൊടുത്തു. എൻ്റെ പിതാവിനെയും മാതാവിനെയും കാണാനുള്ള അനുമതി എനിക്കും തരണമെന്ന്. Because both parties were happy, the government said yes. രണ്ടു കൂട്ടരും ഒരുപോലെ ഗവൺമെന്റിന് അപേക്ഷ നൽകിയത് കൊണ്ട് അത് അവര് യെസ് പറഞ്ഞു. And so they met and the father explained that he's a pastor now and invited her to church. അങ്ങനെ ഒടുവിൽ ഈ അപ്പൻ മകളെ കൂടി കണ്ടു. എന്നിട്ട് അപ്പൻ സ്വന്തം മകളോട് ഇതെല്ലാം വിശദീകരിച്ചു. ഞാനിപ്പോൾ ഒരു പാസ്റ്ററാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ പെൺകുട്ടി അവൾ സഭയിൽ വന്നു. I was there in that meeting. ആ മീറ്റിംഗിൽ ഞാനും ഉണ്ടായിരുന്നു. At the altar call, the lady got saved. ആ ഒരു മനസ്താപ പീഠത്തിലേക്കുള്ള ആഹ്വാനം നൽകിയ സമയത്ത്, ആ ഓൾട്ടർ കോളിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് ആ കുട്ടി, ആ സ്ത്രീ അല്ലെങ്കിൽ അവൾ രക്ഷിക്കപ്പെട്ടു. Her husband got saved. അവളുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടു. Then, if you put all the children in line, 5 children and her in the line, you won't be able to find out the difference between them.
നിങ്ങൾ ഇവരുടെ ഇപ്പോഴുള്ള വിവാഹത്തിൽ ഉള്ള 5 മക്കളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഈ പെൺകുട്ടിയെ നിർത്തുകയാണെങ്കിൽ 6 പേരെ നോക്കിയാൽ ഒരു വ്യത്യാസവും ഇവർ തമ്മിൽ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. Because everything came to her in the DNA. കാരണം എന്താണ്? ഈ അപ്പന്റെ ആ DNA ആണ് ആ പെൺകുട്ടിയിലുമുള്ളത്. My senior pastor, he was a physics teacher, going back 50-60 years ago. 60 വർഷം മുമ്പുള്ള കാര്യമാണ്. അദ്ദേഹം ഒരു ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ഫിസിക്സ് ടീച്ചർ ആയിരുന്നു. He is 80 years old. He still travels the world and preaches. ഇപ്പോൾ അദ്ദേഹത്തിന് 80 വയസ്സ് പ്ലസ് പ്രായമുണ്ട്. എന്നിട്ടും ഇപ്പോഴും ലോകം മുഴുവനും യാത്ര ചെയ്ത് കർത്താവിന്റെ വേല ചെയ്യുന്നു. So this girl is almost my age, which is 57-58. So this is a story that is quite old. വളരെ പഴക്കം ചെന്നൊരു കഥയാണ് കേട്ടോ, ഒരു അനുഭവമാണ്. ഇപ്പോൾ അവൾക്ക് എൻ്റെ ഏകദേശം പ്രായമുണ്ട്, 57 വയസ്സോളം പ്രായം ഇപ്പോൾ ആ പെൺകുട്ടിക്കുണ്ട്. And in that, she away from the parents, but she had inherited the intelligence also. She went on to become a dentist. So she is a dental doctor. അവള് ആ കുടുംബത്തിൽ നിന്ന് അകലെയാണ് ആയിരുന്നത് കൊണ്ട് DNA-യുടെ ആ ജനിതക ഘടകത്തിന് ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അപ്പൻ ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നുവെങ്കിൽ അതേ കഴിവും വൈഭവവും ആ കുട്ടിയിലേക്കും പകരപ്പെട്ടിരുന്നത് കൊണ്ട് അവളും ഒരു ദന്ത ഡോക്ടറായിട്ട് പിന്നീട് മാറി. Are you understanding? It does not matter whether we grow up with our parents or not, or we are spending a lot of time with them or not, but the DNA transfers, iniquity transfers. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ അപ്പൻ്റെ അടുത്തല്ല നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് നമ്മുടെ DNA-യിൽ ഉണ്ടായിട്ടുള്ള അത് അകൃത്യമാകട്ടെ സ്വഭാവമാകട്ടെ ആ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ ഒന്നും തന്നെ നമ്മൾ അകലെ കഴിയുന്നു എന്നതുകൊണ്ട് ഒരിക്കലും അതിന് മാറ്റം വരാൻ സാധിക്കുന്നില്ല. Sometimes certain things trigger at the same time that has happened in their family life or in their growing up ages. It will trigger in your life also at the same time because it's a iniquity and the curse that is operating. ഒരു പക്ഷെങ്കിൽ ഒരേ സമയത്ത് തന്നെ ഒരു ഭവനത്തിൽ നടക്കുന്നതായ അതിൻ്റെ അലകൾ എല്ലാ അർത്ഥത്തിലും അത് അകൃത്യമാകട്ടെ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിലാകട്ടെ അതെല്ലാം നമ്മിൽ നടക്കുന്നത് പോലെ തന്നെ മറ്റെല്ലാ കുടുംബങ്ങളിലും അതേ സമയം തന്നെ നടന്നുകൊണ്ടിരിക്കും. Say for example, I told you that my daughter became sick at the age of 9. My brother's daughter also, when she reached this age 9, she had the same sickness. ഞാൻ പറഞ്ഞല്ലോ രാവിലെ എൻ്റെ മകൾക്ക് 9 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ അവൾക്ക് അടിവയറ്റിലുണ്ടായ ആ കഠിനമായ വേദനയെക്കുറിച്ച് ഇതേ ഒരു അവസ്ഥയിൽ എൻ്റെ സഹോദരൻ്റെ മകൾക്കും ഈ പ്രായത്തിൽ അവൾക്കും അതുപോലെ തന്നെയുള്ള വയറുവേദന ഉണ്ടായി. So by the grace of God, because of my understanding of sin, transgression, iniquity, I had broken it over my daughter. We did the same with my brother's daughter. ദൈവത്തിൻ്റെ കൃപയാൽ ഈ അകൃത്യം എങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ അകൃത്യത്തിൻ്റെ ശക്തിയെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കൂടെ ഞാനത് തകർത്ത് കളഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ മകളുടെ വിഷയത്തിലും ഞങ്ങൾ അതിനെ തകർക്കുകയുണ്ടായി. When my brother turned about 40, he had a major problem in his workplace. എൻ്റെ സഹോദരൻ 40 വയസ്സ് പ്രായം ആയ സമയത്ത് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തനിക്കൊരു പ്രശ്നമുണ്ടായി. Major problem. വലിയൊരു പ്രശ്നം. And when I heard about it, I said, oh, when I was 40, I also had a major problem in my workplace. ഞാൻ എൻ്റെ സഹോദരൻ്റെ ഈ വിഷയം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്കും 40 വയസ്സായ സമയത്ത് ഒരു വലിയ പ്രശ്നം ഉണ്ടായല്ലോ. എൻ്റെ സഹോദരനും ഇപ്പോൾ 40 വയസ്സ് പ്രായമായപ്പോൾ അവനും ഒരു പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നമുണ്ട്. So we decided to check my father's life. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അപ്പൻ്റെ ജീവിതം ഒന്ന് പരിശോധിക്കാൻ ശ്രമിച്ചു. We remembered incidents when he turned 40, he also had a major problem, in his life. അപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അപ്പനും 40 വയസ്സ് പ്രായമായ ആ സമയത്ത് താനും ഇതുപോലെ 40ാമത്തെ വയസ്സിൽ ഒരു വലിയ പ്രശ്നത്തെ നേരിട്ടതാണ്. Are you understanding? മനസ്സിലാവുന്നുണ്ടോ? And then I decided, okay, let us look at grandfather. അപ്പോൾ അപ്പൻ്റെ കാര്യം ഞങ്ങൾ പരിശോധിച്ചു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു വല്യപ്പൻ്റെ കാര്യം ഒന്ന് പരിശോധിക്കാം. So my family originally comes from a place called Pullad.
എൻ്റെ കുടുംബം പുല്ലാടെന്ന് പറയുന്ന തിരുവല്ലയ്ക്ക് കിഴക്ക് കുമ്പനാടിനടുത്ത് ഉള്ള പുല്ലാടെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. And my grandfather became angry with great-grandfather because he had given him property in 3 different places. He got so angry that he sold all the property. Guess how old he was? And he moved to my another area. We now live in another area. എൻ്റെ വല്യപ്പൻ വല്യപ്പന് സ്ഥലം കൊടുത്ത സമയത്ത് അത് 3 സ്ഥലത്തായിട്ട് വസ്തു കൊടുത്തതിൻ്റെ കലി തീർക്കാൻ വേണ്ടി ഈ വസ്തുക്കളെല്ലാം വിറ്റിട്ട് വേറൊരു സ്ഥലത്ത് പോയി താൻ അവിടെ താമസിച്ചു. Guess at what age? എത്രാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം. 40. 40ാമത്തെ വയസ്സിൽ. Are you understanding? Some of these things follow us at the same time pattern. ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം 40 എന്ന് പറയുന്ന ആ വയസ്സിലായിരുന്നു. വല്യപ്പന് പ്രശ്നം, അപ്പന് പ്രശ്നം, എനിക്ക് പ്രശ്നം, സഹോദരന് പ്രശ്നം, എല്ലാവർക്കും പ്രശ്നം വന്നത്. Same age. Are you understanding? It's there in the spirit realm and the enemy knows to activate that particular button. ആ പിശാചിനറിയാം എവിടെ എപ്പോൾ ഏത് സമയത്ത് ഈ സ്വിച്ച് ഇട്ടാൽ ഈ കാര്യങ്ങൾ നടക്കുമെന്ന് അവൻ അറിയാം. Are you understanding? That is the power of sin, transgression, iniquity. പാപം അല്ലെങ്കിൽ അകൃത്യം ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് പകരപ്പെടുന്നതിന്റെ ആ പ്രത്യേകത എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. I'll give you one more biblical example and then we'll pray quickly. ഒരു വേദപുസ്തക ഉദാഹരണം കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. Do you know how many wives David had? ദാവീദിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? How many? എത്ര ഭാര്യമാരുണ്ടായിരുന്നു ദാവീദിന്? 5, 6, 7, 8, 9. 5, 6, 7, 8, 9. He had many wives. ദാവീദിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. All right. So it was not a problem. It was not that he did not have a woman to take care of his physical needs or sexual needs. അവന്റെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അവന് സ്ത്രീകളുണ്ടായിരുന്നു. Are you understanding? He had wives to meet all his sexual needs as well. അവന്റെ ശാരീരിക ആവശ്യങ്ങൾ, ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റുവാനായി അവന് ഭാര്യമാരുണ്ടായിരുന്നു. But still he committed adultery with Bathsheba. എന്നിട്ടും അവൻ ആ ബത്ശേബയുമായിട്ട് അവൻ ലൈംഗിക പാപത്തിന് അവൻ അടിമപ്പെട്ടു. When we read the story like that, we think they are both of the same age. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ അവരെ ഇരുവരും ഏകദേശം ഒരേ പ്രായത്തിലുള്ളവർ ആയിരുന്നിരിക്കണം. That is our assumption. നമ്മളുടെ ഒരു ഊഹം മാത്രമാണ്. But the reality is Bathsheba's father was in David's army. His name was Eliam. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബത്ശേബയുടെ അപ്പൻ ദാവീദിന്റെ സൈന്യത്തിലുള്ള ഒരു ഏലിയാമായിരുന്നു. No, his name was Eliam. ഇലിയാം എന്നായിരുന്നു അവന്റെ പേര്. Her grandfather or Eliam's father, അവളുടെ വല്യപ്പൻ അല്ലെങ്കിൽ ഇലിയാമിന്റെ അപ്പൻ, his name is Ahithophel and he was David's best friend. ഈ അഹീത്തോഫൽ എന്ന് പറയുന്ന ദാവീദിന്റെ വലിയ അവന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, വലിയൊരു കൂട്ടുകാരനായിരുന്നു. Are you understanding? So Ahithophel is the same age as David. അഹീത്തോഫൽ ആണെങ്കിൽ ദാവീദിന്റെ അതേ പ്രായത്തിലുള്ള ഒരാളാണ്. So Bathsheba must be at least 25 to 20 years younger than David. അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചുമകളായിരിക്കുന്ന ബത്ശേബ അവൾ 20 വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. In other words, when grandfather Ahithophel came, ദാവീദിനേക്കാളും 20 വയസ്സെങ്കിലും കുറഞ്ഞ പ്രായം, minimum. Or in other words, അല്ലെങ്കിൽ when David is having a big celebration and he's invited Ahithophel to come and be part of the party, ദാവീദ് ഒരു വലിയ ആഘോഷം നടത്തുന്ന സമയത്ത് അഹീത്തോഫലിനെ അതിനെ ഭാഗമാക്കാൻ വേണ്ടി അവനെ ക്ഷണിക്കുമ്പോൾ Ahithophel comes with his granddaughter holding his finger. ആ സമയത്ത് അഹീത്തോഫല് ദാവീദ് നടത്തുന്ന ഈ ഫംഗ്ഷന് വരുമ്പോഴേ കൊച്ചുമകളാണല്ലോ എന്നോർത്ത് ഈ ബത്ശേബയും കൂടെ കൊണ്ട് ഇങ്ങനെ കുട്ടി ഉടുപ്പ് ഇടിയിപ്പിച്ചുകൊണ്ട് വരുന്നത് സാധാരണ. Are you understanding? That is a kind of age difference.
നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഏകദേശം ബേത്ശേബയുടെ പ്രായം അന്ന് അഹീത്തോഫലും ദാവീദിന്റെ സമപ്രായവും കൂട്ടുകാരനുമാണ്. ഈ ക്ഷണിച്ചു വരുന്ന സമയത്ത് പെൺകുട്ടി, ഒരു കൊച്ചുകുട്ടി കൂടെ വരാറുണ്ട്. That is the kind of age difference between both of them. How do I know that? ഇവർ രണ്ടുപേരും ഉള്ളതായ പ്രായ വ്യത്യാസം ഇതാണ്. എനിക്ക് എങ്ങനെ അറിയാമെന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. Because I put time scales on things and I try to look at these things. കാരണം ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഒരു പട്ടിക തയ്യാറാക്കി അതിൽ മനസ്സിലാക്കിയപ്പോൾ. Are you understanding? Because I thought this man has got so many wives. Why did he have to commit adultery? ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ആവശ്യമില്ല. കാരണം അവന്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാൻ അവന് ഭാര്യമാർ ഏറെയുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു വേണ്ടാതനത്തിന് അവൻ പോകുന്നത്? Or he could have just announced, I want one more wife, and they would have brought him one more wife. ഇനി വേണ്ട, വേറൊരു ഭാര്യയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രഖ്യാപനം അങ്ങ് കൊടുത്താൽ പോരെ, എത്ര പെണ്ണുങ്ങളെ വേണേലും കൊണ്ടുവരത്തില്ലേ? Are you understanding? It is not to meet his physical need that he committed adultery. യഥാർത്ഥത്തിൽ അവന്റെ ഒരു ശാരീരിക ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് അവൻ ബേത്ശേബയുമായി പരസംഗം ചെയ്തതല്ല. But it is the iniquity in his family line that caused him to commit this. ശരിക്കും പറഞ്ഞാൽ അവന്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന അകൃത്യമാണ് ഇങ്ങനെ ഒരു പരസംഗം, ഒരു വ്യഭിചാരം ചെയ്യുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത്. His grandmother's name is Ruth. അവന്റെ വല്യമ്മ ആരാണെന്ന് അറിയാമല്ലോ, ദാവീദിന്റെ? രൂത്ത്. Ruth is a Moabite. രൂത്ത് ഒരു മോവാബ്യ പെൺകുട്ടിയായിരുന്നു. Who are the Moabites? മോവാബ്യർ ആരാണ്? That is Lot's daughters. ലോത്തിന്റെ പെൺമക്കളിൽ the sons that Lot had through his daughters, one of them was Moabite. ഈ മോവാബ്യർ എവിടുന്നാ വന്നെന്നറിയാമോ? തന്റെ ലോത്തിന്റെ പെൺമക്കളിൽ നിന്ന് അവന് ജനിച്ചതായ മക്കളുടെ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരാണ് മോവാബ്യർ. Are you understanding? So there is generational iniquity of sexual incest in the family line. ഈ ദാവീദിന്റെ കുലത്തിലേക്ക് ഇങ്ങനെ ഒരു ലൈംഗിക പാപത്തിന്റെ ശാപം അകൃത്യമായിട്ട് നിലനിൽക്കുവാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വല്യപ്പനായിരിക്കുന്ന ലോത്തിൽ നിന്നും ഇങ്ങോട്ട് കുടുംബപരമായിട്ട് ലഭിക്കപ്പെട്ടതായ ഒരു മ്ലേച്ഛതയാണ്. Are you understanding? So there is Ruth, and then there is somebody called Rahab. പിന്നെ നമുക്ക് പുറകോട്ട് പോകുമ്പോൾ പിന്നെയും മനസ്സിലാകും, ദാവീദിന്റെ കുടുംബത്തിൽ പുറകോട്ട് പോകുമ്പോൾ രാഹാബിലെത്തും. Rahab was a prostitute. രാഹാബ് ആരായിരുന്നു? എരിഹോവിലെ ഒരു വേശ്യ സ്ത്രീയായിരുന്നു. All right, if we go a little further, കുറച്ചും കൂടെ മുമ്പോട്ട് പോയാൽ there is a man called Judah. പിന്നെ നമ്മൾ കാണുന്നത് യാക്കോബിന്റെ മക്കളിൽ ഒരു യഹൂദ എന്ന് പറയുന്ന ഒരു മകൻ. So Judah, after they sold Joseph, all the brothers split and Judah went to live in another country. നമുക്കറിയാം, ഈ യോസെഫിനെ ഇവന്മാരെല്ലാവരും കൂടെ പിടിച്ച് വിറ്റതിന് ശേഷമായിട്ട് യാക്കോബിന്റെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെതറിപ്പോയി. അദുല്ലാമിന്റെ വീട്ടിലേക്ക് യഹൂദ പോയി. There he got married with a Canaanite woman. അവിടെ ചെന്ന സമയത്ത് യഹൂദ ഒരു കനാന്യ സ്ത്രീയെ പരിഗ്രഹിച്ചു. He had 3 children. അവിടെ ആ ബന്ധത്തിൽ യഹൂദയ്ക്ക് 3 മക്കളുണ്ടായി. So the eldest son was married to a lady called Tamar. ഇവന്റെ മൂത്ത മകൻ താമാർ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു. The eldest son died. ആ താമാറിന്റെ വിവാഹം കഴിച്ച മൂത്ത മകൻ മരിച്ചു. So I don't know where they got the idea. According to tradition, what Judah did is he got his second son married to Tamar. നമ്മൾ അവിടെ കാണുന്നൊരു കാര്യമുണ്ട്. മൂത്തവൻ വിവാഹം കഴിച്ചിട്ട് മരിച്ചുപോയി. അപ്പോൾ അവന്റെ ഇളയാള് ഇവന്റെ ഭാര്യയെ വിവാഹം കഴിക്കുന്നു. And then he committed sin as well, so he died. അങ്ങനെ വീണ്ടും രണ്ടാമത്തെ മകൻ അനിയൻ അവന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവനും മരിക്കുന്നു. So now Judah is thinking, this woman is eating all my boys, so I will not give her the third one. അതുകൊണ്ട് യഹൂദ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇവൾ എൻ്റെ മക്കളെ എല്ലാം തിന്നുകയാണ്, അതുകൊണ്ട് മൂന്നാമതിനി ഒരുത്തനെ കൂടെ
ഇവള് തിന്നു കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല. So he says, Mole, go and live with your father. When my son is older, I will give him to you. ഈ താമാറിനോട് യഹൂദ എന്ത് പറഞ്ഞറിയാം, അമ്മായിയപ്പൻ എന്ത് പറഞ്ഞറിയാമോ? എടി പെങ്കൊച്ച, നീ ഇനിയിപ്പം നിന്റെ വീട്ടിലോട്ട് പൊക്കോ, എൻ്റെ മക്കൾ അവൻ വളർന്നു വരുമ്പോൾ നിനക്ക് ഞാൻ അവനെ തരാം, അതുവരെ നീ നിന്റെ അപ്പന്റെ വീട്ടിൽ പോയി നിന്നോളാൻ പറഞ്ഞു വിടുകയാണ്. Okay, so Tamar goes to live with her father. അങ്ങനെ താമാർ അവളുടെ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. And there she is waiting, hopefully, that her at the due time, the father-in-law would give her the son. അപ്പോൾ ആദ്യം വിവാഹം കഴിച്ച അവൻ മരിച്ചു. രണ്ടാമത് താമാറിനെ അവന്റെ അനിയൻ വിവാഹം കഴിച്ചു, അവനും മരിച്ചു. ഇനി ഇപ്പോൾ അവൾ അപ്പന്റെ വീട്ടിൽ പിതൃഭവനത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എൻ്റെ അമ്മായിയപ്പൻ അവൻ്റെ ഇളയ ആള് വളർന്നു വന്നു കഴിയുമ്പോൾ എന്നെ കൊണ്ട് വിവാഹം കഴിക്കുവാനായിട്ട് അമ്മായിയപ്പൻ ഒരുങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. But he did not call. പക്ഷേ യഹൂദ ഒരിക്കലും ഈ മകനെ കൊടുക്കുകയോ അവളെ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ല. In due time, എന്നാൽ തക്ക സമയത്ത് somebody went and told Tamar that the boy is grown up, but father-in-law is not giving him to you. എന്നാൽ ഈ താമാറിന്റെ അടുക്ക ചെന്ന് ആരോ പറഞ്ഞു, അവൻ വളർന്നു, പക്ഷെ നിന്റെ അമ്മായിയപ്പൻ ഒരിക്കലും അവന് നിനക്ക് അവനെ തരത്തില്ല എന്നുള്ള വാർത്ത അവളോട് പറഞ്ഞപ്പോൾ, so what she did is അവൾ ചെയ്തത് എന്താണെന്നറിയാം? she put on some clothes. അവള് ഒരു വസ്ത്രമൊക്കെ ധരിച്ച്, പർദ്ദ പോലൊരു വസ്ത്രം ധരിച്ച് she went and stood at a particular place. അവൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ജംഗ്ഷനിൽ പോയി നിൽക്കുകയാണ്. And there Judah is passing by. ഇവൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് യഹൂദ ആ വഴിയായിട്ട് കടന്നു പോകുന്നു. And he looks at her. അപ്പോൾ ഈ നിൽക്കുന്ന സ്ത്രീയെ യഹൂദ ഒന്ന് നോക്കി. You have to understand, she is covered in a veil. No face is seen. It is in Genesis 38 verse 14. I'll just read it. You can just interpret it. No need to read. She put her widow's garment off and covered her with a veil and wrapped herself and sat in an open space which was by the way to. ഈ സ്ത്രീ ചെയ്തത് എന്താണെന്നറിയാമോ? താമാർ ചെയ്തത്, അവൾ ഒരു വൈദവ്യ വസ്ത്രം ധരിച്ചിട്ട് അവൾ ഇങ്ങനെ ഇവന് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്. യഹൂദ കടന്നു പോകുന്ന സ്ഥലത്ത് അവന് വേണ്ടി അവിടെ കാത്തു നിന്നു. Verse 15 it says, Judah saw her. He thought she was a prostitute because she had covered her face. ഈ യഹൂദ വിചാരിച്ചത് ആ നാട്ടിലെ ഒരു വേശ്യയായിരിക്കും അവിടെ നിൽക്കുന്നത്, കാരണം അവൾ മുഖം മറച്ചിരുന്നു. So he looked at her. What portions is he looking at? He can't see her face. She's just looking at her body and he lusted after her. യഥാർത്ഥത്തിൽ മുഖം മറച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഏത് ഭാഗമാ കാണാൻ പറ്റുന്നത്? പക്ഷേ അവനെക്കുറിച്ച് വചനം പറയുന്നത് അവൾ ഒരു വേശ്യയായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവളുടെ ശരീരത്തോടുള്ള ആർത്തി അത് പൂണ്ട് അവൻ അവളെ നോക്കി. Are you understanding? So what it effectively tells me is that Judah had started visiting prostitutes. എന്താണ് യഥാർത്ഥത്തിൽ ഒരു വേശ്യയെ ചെന്ന് സന്ദർശിക്കേണ്ടതായി യഹൂദയ്ക്ക് വരാൻ കാരണം? No, because the wife had already died, he had needs, and so he started visiting prostitutes. യഹൂദയുടെ ഭാര്യ മരിച്ചു, അതുകൊണ്ട് അവൻ വിചാരിച്ചത് ഇനി ഞാൻ അങ്ങനെയുള്ള സ്ത്രീകളുടെ അടുക്കൽ ചെന്ന് അവരെ സന്ദർശിക്കാം എന്നവൻ ധരിച്ചു. And so he leads Tamar away and he has a relationship with her, and from that children were born. അങ്ങനെ സ്വന്തം മരുമകളായിരിക്കുന്ന താമാറിന്റെ കൂടെ അവൻ പോയി ശയിക്കുകയും വസിക്കുകയും അങ്ങനെ അവരിൽ താമാറിൽ യഹൂദയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. Are you understanding? And that is the family line of David. ഇതാണ് ദാവീദിന്റെ കുടുംബത്തിന്റെ ഒരു വംശാവലി. Are you understanding? So in David there is this sin iniquity that is pushing him towards sexual sin. ശരിക്കും ചിന്തിക്കുക, ഈ ദാവീദിനെ കൊണ്ട് ഈ ഒരു പാപകരമായ പ്രവൃത്തി ചെയ്യിപ്പിക്കുവാനായിട്ട് ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അവന്റെ കുടുംബത്തിൽ നിലനിന്നിരുന്നതായ ഈ തരത്തിലുള്ള ലൈംഗിക പാപത്തിന്റെ അകൃത്യം
ആ കുടുംബത്തിൽ നിലനിന്നത് കൊണ്ടാണ് അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. You have to understand that God did not allow that justification to hold. He punished David for it. നമ്മൾ ഒരിക്കലും കരുതരുത് ദൈവം ദാവീദിന്റെ ന്യായീകരണത്തിൽ അവിടെ അങ്ങ് മാറി നിൽക്കുമെന്ന്. ദൈവം നീതിമാനായതുകൊണ്ട് പാപം ചെയ്യുന്നവനെ അവിടെ ശിക്ഷിക്കാതെ വിടുകയില്ല. Are you understanding? He has to judge that. ദൈവത്തിന് ദാവീദിനെ ശിക്ഷിച്ചേ മതിയാകൂ, ന്യായം വിധിച്ചേ മതിയാകൂ. So me sharing this is not in any way trying to justify that what David did was correct. So by me sharing these stories, I'm not trying to justify what David did was correct. I'm just trying to prove how iniquity operates. ഈ ബേത്ശേബയുമായി ചെയ്ത പാപം ഇത് ഇങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമായി ഉണ്ടായ അകൃത്യത്തിൽ കൂടെ വന്ന് എന്ന് പറഞ്ഞത് ദാവീദിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല, മറിച്ച് ഈ പാപം കുടുംബത്തിൽ കൂടെ അതിൻ്റെ അകൃത്യം തലമുറയിലൂടെ പാസ് ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്.